ഓക്കെ, സോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് യു നോ അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? എന്താ നിങ്ങൾക്ക് അറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്? എന്താ അറിയാം, അതൊന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് എല്ലാം ദേ ആർ മച്ച് മോർ ഫാമിലിയർ വിത്ത് ദിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ജസ്റ്റ് ഷെയർ വാട്ട് യു നോ. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. ഇതിൽ ശരിയോ തെറ്റോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീയിങ് വാട്ട് യു നോ അബൌട്ട് ആർട്ടിഫിഷ്യൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുകൊണ്ട്? ഞാൻ ഇതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് പറഞ്ഞാൽ മതി. മെഷീൻസ്, ഐ മീൻ ഹ്യൂമൻ ഇന്റലിജൻസ് മെഷീൻസ് വെച്ചിട്ട് അതുപോലെ വർക്ക് ചെയ്യുന്ന മെഷീൻസ്, ഹ്യൂമൻ നമ്മളെ തോട്ട് പ്രോസസ് എങ്ങനെ, നമ്മളെ ഇന്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള രീതിക്ക് മെഷീൻസിന് അതുപോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ്. വി ആർ മേക്കിംഗ് കമ്പ്യൂട്ടർ ടു തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് അല്ലെ? നമ്മൾ പറയാണ്, എപ്പോഴും നമ്മൾ പറയും ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിഫറെന്റ് ഫ്രം അതർ ക്രിയേച്ചേഴ്സ്. ആൻഡ് വാട്ട് മേക്സ് അസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്? എന്താണ് നമ്മളെ ആ ഒരു ഡിഫറൻസിലോട്ട് എത്തിക്കുന്നത്? അവർ തിങ്കിങ് പവർ അല്ലെ? നമ്മളുടെ ബ്രെയിൻ പവർ അത്രയും ഹൈ ആണ്. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പിന്നെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ടോക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും. സോ ഈ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ചു, അതിനെ കുറിച്ചുള്ള തിയറീസ് കണ്ടു, ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ നമുക്ക് ഇത്ര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റീസൺ ചെയ്യാനും നമുക്ക് തിങ്ക് ചെയ്യാനും നോളജ് അക്വയർ ചെയ്യാനൊക്കെ കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്, whether this machine can do works like human or whether they can think like human. നമ്മളെ പോലെ തന്നെ മെഷീൻസിന് അതിനുള്ള കഴിവുണ്ടോ? സോ എങ്ങനെ അത് കൊണ്ടുവരാം? അങ്ങനെയാണ് ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സിനെ ഒക്കെ നയിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് മേക്കിംഗ് കമ്പ്യൂട്ടർ ടു തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പോലെ തിങ്ക് ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്റലിജൻസിന്റെ ഒരുപാട് ഡെഫിനിഷൻസ് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഡെഫിനിഷൻസ് അല്ല, ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് സോൾവ് പ്രോബ്ലംസ്. നമുക്കറിയാം, ഇറ്റ് ഈസ് ഹൗ വി ഡീൽ എഫക്റ്റീവ്ലി, ഹൗ വി റീസൺ, ഇതൊക്കെ നമ്മൾ ഇന്റലിജൻസിൽ വരുന്നതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻസിനെ കൊണ്ട് ഹ്യൂമൻ ഇന്റലിജൻസ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് മെഷീൻസിനെ നമ്മൾ ഉയർത്തുകയാണ്. സോ നമ്മൾ എന്തിനൊക്കെ അതിൽ നോക്കുന്നുണ്ട്? നമ്മൾ അതിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്, റാഷണലി ആക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദി എബിലിറ്റി ടു ആക്ട് ലൈക്ക് ഹ്യൂമൻസ്, ടു ഡു വാട്ട് ഹ്യൂമൻസ് ഡു അല്ലെ? ഹ്യൂമൻസ് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുകയാണെങ്കിൽ, റീസണിങ് വരുന്നുണ്ട്, നോളജ് അക്വിസിഷൻ വരുന്നുണ്ട്, പ്ലാനിങ് വരുന്നുണ്ട്, ലേണിംഗ് വരുന്നുണ്ട്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള 5 പ്രിൻസിപ്പിൾസ് ആണ് എന്തിൽ വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്നത്. ഇനി ഈ ഒരു 5 എണ്ണം മാത്രമല്ല വരുന്നത്, പെർസെപ്ഷൻ വരുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് റീസണിങ്, വാട്ട് ഈസ് പെർസെപ്ഷൻ, വാട്ട് ഈസ് ലേണിംഗ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റുകളെല്ലാം എന്തിൽ വരുന്നുണ്ട്? എന്തിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഹൗ ടു മാനിപ്പുലേറ്റ് ഒബ്ജെക്ട്സ്, ഹൗ ടു മൂവ് ഒബ്ജെക്ട്സ്, ഹൗ ടു ഇന്റർപ്രറ്റ് തിങ്സ്, എങ്ങനെ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അതൊരു സയൻസിന്റെ ബ്രാഞ്ച് ആണ്. മെയിൻലി എഞ്ചിനീയറിംഗിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് വരുന്നത്. എന്തിനാണ്? ഫോർ മേക്കിംഗ് ഇന്റലിജന്റ് മെഷീൻസിനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇത് ഇന്റലിജന്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ തിങ്ക് ചെയ്യാനും ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ആക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മെയിൻ എയിം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാല്. സോ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുക?
they will be carrying on intelligent activities like problem solving, decision making, and successful dealing with the environment ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാൻ, ട്രാൻസാക്ഷൻസ് ചെയ്യാൻ, ഇതിലെല്ലാം റോൾ ഉള്ളതാണ് ആർക്കെന്ന് പറഞ്ഞാല് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എന്ന് പറഞ്ഞാല്. സോ നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ എന്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും വി ഷുഡ് സേ അബൌട്ട് ദ ഹിസ്റ്ററി, അല്ലെ? ഹിസ്റ്ററി നമ്മൾ പറയണം. സോ നമ്മളോട് ചോദിക്കുകയാണ്, അതിന് മുന്നേ ഇവിടെ ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ, വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്. Computers with the ability to mimic or duplicate the functions of human brain. Artificial intelligence is the intelligence of machines and the branch of computer science which aims to create it. So mainly this artificial intelligence is ആരാണ് കൂടുതലായിട്ട്? സൈക്കോളജി ആണോ? അല്ല. ഏത് ബ്രാഞ്ചുമായിട്ടാ കൂടുതൽ ഇത് റിലേറ്റ് ആയി കിടക്കുന്നത്? ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് കാണാം, ഡിഫറെന്റ് ഫീൽഡിൽ മ്യൂസിക്കൽ ആപ്ലിക്കേഷൻസ് കാണാം, ഡിഫറെന്റ് ഫീൽഡിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാം. പക്ഷേ മെയിൻലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. ദേ ആർ ദ ഡെവലപ്പേഴ്സ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ബ്രാഞ്ചാണ്? അതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനൊക്കെ റോള്, അല്ലെ? കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇതന്നെയല്ലേ ചെയ്യുന്നത്? ദേ ആർ മേക്കിംഗ് ന്യൂ സോഫ്റ്റ്വെയർസ്. എന്തിനാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ആവശ്യം? എന്താ അവർ ഈ സോഫ്റ്റ്വെയർ കൊണ്ടൊക്കെ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? They are making the machines capable of doing specific functions, അല്ലെ? പല ഫങ്ഷൻസും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻസിനെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. പുതിയ പുതിയ ആപ്സും പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ എബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ദ ഓട്ടോമേഷൻ ഓഫ് ഇന്റലിജന്റ് ബിഹേവിയർ. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ബിഹേവിയർ ആക്കി മാറ്റുകയാണ്. സോ ഇത് ലൂഗർ ആൻഡ് സ്റ്റബിൾ ഫീൽഡ് 1993 പറഞ്ഞ ഡെഫിനിഷൻ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അയച്ച നോട്ടില് അതിലും ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, സിമ്പിൾ ആണ്. അതായത് ഇറ്റ് റിഫേഴ്സ് ടു ദ ഐഡിയ ഓഫ് മേക്കിംഗ് മെഷീൻസ് ഇന്റലിജൻസ് ആൻഡ് ആസ് ഹ്യൂമൻ. സോ ഞാൻ അയച്ച ആ ഒരു നോട്ട് നിങ്ങൾ നോക്കിയിരുന്നോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നോക്കിയിരുന്നോ? അത് നോക്കിയാൽ മതി. ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ യു ടു റൈറ്റ് എക്സാം, ഫോർ പ്രിപ്പയർ ഫോർ എക്സാം. ഈ ഒരു ടോപ്പിക്കിന് അതിൽ എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ട്. സോ ഈ ഒരു സ്ലൈഡ് നോക്കുന്നതിൽ നന്നായിട്ട് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ തന്നെ നന്നായിട്ട് എക്സാമിൽ എഴുതാൻ പറ്റും. അതിൽ കറക്റ്റ് കാര്യങ്ങൾ, ഹിസ്റ്ററി ഒക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഹിസ്റ്ററി ജസ്റ്റ് ഒരു ഷീറ്റിൽ മാത്രമേ പറയുന്നുള്ളൂ. ഹിസ്റ്ററി വന്നത് ഇപ്പൊ 1950 ഒക്കെ ആയ സമയത്ത് ഈ ഒരു ഇങ്ങനെയുള്ള മെഷീൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ എങ്ങനെയാണ് മെഷീൻസിന് ഹ്യൂമൻസിന്റെ പോലെ വർക്ക് ചെയ്യാൻ പറ്റുക, അതിൽ ഒരുപാട് കൾച്ചറൽ ഫാക്ടേഴ്സിന്റെ റോൾ ഉണ്ടാവും, സോഷ്യൽ ഫാക്ടേഴ്സ്. ഇപ്പം ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എഫക്ട് ചെയ്യുന്ന പോലെ സോഷ്യൽ ഫാക്ടർ ഒരു കമ്പ്യൂട്ടറിനെ എഫക്ട് ചെയ്യുമോ? ഒരു കൾച്ചറിനെ എഫക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ഫീൽഡുകൾ വരും. എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുക, എങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ് ഒക്കെ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സസിനെയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഒരു മെഷീന് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതിന് ശേഷം 1950s എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ആ ഒരു തോട്ട് വന്നുകൊണ്ടിരുന്നു. ആക്ച്വലി ഡാർട്ട്മൗത്ത് കോളേജിൽ അവിടെ ഒരു കോൺഫറൻസ് നടന്നിരുന്നു 1956. ആ 1956 നടന്ന കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സജഷൻ വരികയും അതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ജോൺ മെക്കാർത്തി ആണ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്തതും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയതും. ജോൺ മെക്കാർത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത്. സോ ആരാണ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിച്ചാൽ ഇറ്റ് ഇസ് ജോൺ മെക്കാർത്തി. അത് മാത്രമല്ല, ജോൺ മെക്കാർത്തിന്റെ കൂടെ തന്നെ അവിടെ മാർവിൻ മിൻസ്കി, അലൻ നേവൽ, ഹെർബർട്ട് സൈമൺ എന്ന് പറയുന്ന 3 പേരുടെ കോൺട്രിബ്യൂഷൻസും കൂടെ വരുന്നുണ്ട്. അപ്പം അത് നോട്ടിലുണ്ട് ക്ലിയർ ആയിട്ട്. ഇതിൽ ജസ്റ്റ് പിൻ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ആൻഡ് ഒരു 1974 ഒക്കെ ആയ സമയത്ത് അവിടെ എന്ത് ചെയ്തു, കമ്പ്യൂട്ടേഴ്സിന്റെ യൂസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും അവിടെ ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. അതായത് ചില പ്രോബ്ലംസ് ഒന്നും കമ്പ്യൂട്ടറിന് മെഷീൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹെർബർട്ട് സൈമൺ പറഞ്ഞു, മെഷീൻസ് വിൽ ബി കേപ്പബിൾ ഇൻ അനദർ 20 years of doing any kind of work with a man can do. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയും 20 വർഷത്തിന്റെ ഉള്ളിൽ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുമെന്ന് ആര് പറഞ്ഞു? ഹെർബർട്ട് സൈമൺ പറഞ്ഞു. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ക്രിറ്റിസിസം വന്നത് എന്താ വെച്ചാൽ, ഹ്യൂമൻ സോൾവ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഹ്യൂമൻ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാൻ ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിന് സാധിക്കില്ല, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർ ജെയിംസ് ലൈറ്റ് ഹിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഇവര് പറഞ്ഞ കാര്യത്തിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നു. സോ 1974 ശേഷമാണ് ആക്ച്വലി ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് ഇല്ല, കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഡു ദ തിങ്സ് എന്നുള്ള രീതിയിൽ വന്നിട്ട് AI വിൻഡർ എന്ന് പറയുന്ന ഒരു ടേം ആണ് കൊടുത്തിരുന്നത്. ആദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നല്ല പറഞ്ഞിരുന്നത്. ഒരു 1976 ഒക്കെ ആയപ്പോഴേക്ക് ആർട്ടിഫിഷ്യൽ വിൻഡർ എന്ന് പറയുന്ന ഒരു പീരീഡ് ആണ് 1976 വിളിക്കുക. ഈ 1976 ആർട്ടിഫിഷ്യൽ വിൻഡർ എന്ന് പറയാനുണ്ടായ കാരണം എന്താ ചോദിച്ചാല്, ഈ ക്രിറ്റിസിസം കാരണം അതുവരെ ഇപ്പം 1955 ഇതിനെ കുറിച്ചൊരു തോട്ട് വന്നു. 1956 ഈ ഒരു കോൺഫറൻസിൽ മെക്കാത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ടേം കോയിൻ ചെയ്തു, ഫെർദർ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 20 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, ഒരു 19-20 വർഷം ആയപ്പോഴേക്ക് ക്രിറ്റിസിസംസ് വന്നുകൊണ്ടിരുന്നു. സോ ആ സമയത്ത് ഇതിന്റെ പ്രോഗ്രസ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഈ ക്രിറ്റിസിസം വന്ന സമയത്ത് പ്രോഗ്രസ് എന്തായിട്ടുണ്ടാവും? ഡൗൺ ആയി. അവിടെ കാര്യമായിട്ട് ഒരു പ്രോഗ്രസും നടന്നില്ല. സോ ആ സമയത്തിന് 1974 എന്ന പീരീഡിനെ വിളിക്കുന്ന പേര് AI വിൻഡർ എന്നാണ്. അത് ഇറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ബട്ട് ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് 1974 ഒക്കെ ആയപ്പോഴേക്ക് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഒന്നും കൂടെ അഫോർഡബിൾ ആയി ആൻഡ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് അവര് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്താൽ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. 1980 ഒക്കെ ആയപ്പോഴേക്ക് ഇയർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കെയിം. വീണ്ടും റിവൈവൽ സംഭവിക്കാൻ തുടങ്ങി. അവിടെ ഒന്നും നടക്കാതിരുന്ന സമയത്ത് 1980s ഒക്കെ ആയപ്പോഴേക്ക് വീണ്ടും ഇതിൽ പ്രോഗ്രസ് വരാൻ തുടങ്ങി. അതോടൊപ്പം അനലിറ്റിക്സ് സ്കിൽസും അതേപോലെ തന്നെ ഹ്യൂമൻ എക്സ്പേർട്സ് ഒക്കെ ഹ്യൂമൻ നോളജ് എങ്ങനെയാണ് അക്വയർ ചെയ്യണത് അത് ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസും ആയിട്ട് മുന്നോട്ട് വന്നു. സോ ഒരു 1980s ഒക്കെ ആയപ്പോഴേക്ക് നമുക്ക് എന്ത് പറയാം, ഇതൊരു ഇയർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് പറയാം. വീണ്ടും റിവൈവൽ സംഭവിച്ചു, ഒരുപാട് പ്രോഗ്രഷൻസ് വന്നു തുടങ്ങി. 21st സെഞ്ചുറി, അതായത് 2000 ഒക്കെ ആയപ്പോഴേക്ക് അവിടെ ഒരു ലാൻഡ് മാർക്ക് എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് നടന്നത്. വീണ്ടും നല്ലൊരു ബേസ്മെന്റ് തന്നെ ഇവർക്ക് ഉണ്ടായി. കാരണം ഒരുപാട് സക്സസ്, ഇവര് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫോംസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരികയും അത് ഭയങ്കരമായിട്ട് വിജയിക്കുകയും ചെയ്യും. ഭയങ്കര സക്സസ് ആയിരുന്നു. സോ അതിനുശേഷം എന്ത് ചെയ്തു, യൂസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അവിടെ ഇൻക്രീസ്ഡ് ആയി. പിന്നെ സ്പെസിഫിക് പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ കമ്പ്യൂട്ടേഴ്സ് വളരെയധികം യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റിസർച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, സയന്റിഫിക് സ്റ്റാൻഡേർഡ് ഉള്ള അത്രയും പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവരാൻ, കമ്പ്യൂട്ടറിലൂടെ കമ്പ്യൂട്ടർ മെഷീൻസ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട് അവരത് എന്ത് ചെയ്തു, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി വരുന്നത്. 50s ഒക്കെ ആയപ്പോഴേക്ക് ആലോചിക്കാൻ തുടങ്ങി. 56 ആയപ്പോഴേക്ക് കോൺഫറൻസിൽ വെച്ചിട്ട് ടേം കോയിൻ ചെയ്തു. 1974 ആയപ്പോൾ ഒന്ന് ഡള്ളായി. പക്ഷെ 1974 ശേഷം വീണ്ടും ചെറുതായിട്ട് പ്രോഗ്രഷൻസ് വന്നുകൊണ്ടിരുന്നു. 1980 ആയപ്പോഴേക്ക് ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ പറയാം. ഒരുപാട് ഗ്രോത്ത് വന്നൊരു സമയമാണ് 1980s എന്ന് പറഞ്ഞാല്. 2000 ആയപ്പോഴേക്ക് അവര് നല്ലൊരു എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഗോൾസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം, എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞേ, എന്തിലൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻസ് വരിക? ഫസ്റ്റ് വൺ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രേറ്റ് ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ.
ദാറ്റ് ഈസ് എല്ലാം ഒരു രോഗി അവിടെ ചെന്ന് രജിസ്ട്രേഷൻ എടുക്കുന്നത് തൊട്ട് പുറത്ത് തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? മെഷീൻ അല്ലെ, കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് കൊണ്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇപ്പം, അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പല കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ട്രീറ്റ്മെന്റ് ത്രൂ കമ്പ്യൂട്ടേഴ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ലാപ്രോസ്കോപ്പിക് സർജറി, എൻഡോസ്കോപ്പ്, കൊളനോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്കോപ്പീസ് ഉണ്ട്. ഇതെല്ലാം മെഷീൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. MRI, സോണോഗ്രാഫി, നമ്മൾ എടുക്കുന്ന സ്കാനിങ് എല്ലാം. അപ്പൊ മെഡിസിനിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതല്ലാതെ വേറെ ഏതൊക്കെയാ ആപ്ലിക്കേഷൻസ് ഒന്ന് പറഞ്ഞേ? വേറെ ഏത് ഫീൽഡിലായിരിക്കും ആപ്ലിക്കേഷൻസ് വരിക? ബാങ്കിങ്. ബാങ്കിങ് വരും. ബാങ്കിങ്, ഗുഡ്. ബാങ്കിങ് വരും. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ബാങ്കിങ് പറഞ്ഞു. ഇതാ മ്യൂസിക്, അപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മ്യൂസിക്. മ്യൂസിക് ഒക്കെ പണ്ട് എന്ത് വെച്ചിട്ടായിരുന്നു? പണ്ടത്തെ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പത്തെ ഇൻസ്ട്രുമെന്റ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇപ്പം ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഇറ്റ് ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ അല്ലെ? പണ്ടൊക്കെ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നോ? സോ മ്യൂസിക് കമ്പോസിഷൻസ് ഒക്കെ ഇപ്പൊ മച്ച് മോർ ഈസിയർ ആണ്. സോ അത്രയും സ്കിൽഫുൾ ആയ മ്യൂസീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മ്യൂസിക് തിയറി, സൗണ്ട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. സൗണ്ടിങ് പ്രോസസ്സിംഗ് നടത്താൻ, കമ്പോസിഷൻസ് നടത്താൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്തിന്റെ യൂസ് ഉണ്ട് എന്നാ പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സ്മാർട്ട് മ്യൂസിക് എക്സെട്ര. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ആൻ അപ്ലിക്കേഷൻ ഇൻ മ്യൂസിക്. നെക്സ്റ്റ് വൺ ഇസ് ടെലികമ്മ്യൂണിക്കേഷൻസ്. എന്ത് ടെലികമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞാല്, ടെലികമ്മ്യൂണിക്കേഷൻസിലൊക്കെ ഈ വർക്കേഴ്സിന്റെ ഒരു വർക്കിംഗ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി, ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂറിസ്റ്റിക് നമ്മൾ പഠിച്ചതാണ്. ഹ്യൂറിസ്റ്റിക്സ് എന്താ? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഹ്യൂറിസ്റ്റിക് എന്താ? ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിന്റെ വർക്ക് ലോഡ് കുറഞ്ഞിട്ട് പെട്ടെന്ന് അല്ലെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട്, ഈസി വേ ഓഫ് ഡൂയിങ് സംതിങ്. അപ്പം അവിടെ ഒരാളുടെ വർക്ക് മാനേജ് ചെയ്യാൻ, വർക്കേഴ്സിനെ മാനേജ് ചെയ്യാനൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻസിൽ. ഇനി വരുന്നതാണ് വിച്ച് ഇസ് വെരി മച്ച് ഫാമിലിയർ വിത്ത് us അല്ലെ, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഏത് ഫിലിമാ ഓർമ്മ വരിക? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് നമുക്ക് ഓർമ്മ വരിക അല്ലെ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു ഫിലിം കണ്ടവർക്ക് അറിയാം അല്ലെ. the way he behaves like a human. So a robot is a mechanical or virtual artificial agent, usually an electromechanical machine that is guided by a computer program or electrical circuit. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമോ ഇലക്ട്രിക്കൽ സർക്യൂട്ടോ ഗൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് എന്തെന്ന് പറയുന്നത്? റോബോട്ട്സ് എന്ന് പറയുന്നത്. റോബോട്ട്സ് ക്യാൻ ബി ഓട്ടോണോമസ് ഓർ സെമി ഓട്ടോണോമസ്, സെൽഫ് വർക്കിംഗ് അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് അതേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൻസ് ഓഫ് ഇന്റലിജൻസ് കൺവേ ചെയ്യുന്ന ഒന്നാണ്. തോട്ടൊക്കെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പറയും ദേ വിൽ ബി പ്രോസസിങ് സംതിങ്, ഇപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താണ്, ഇങ്ങനെ നടന്നാൽ അതാണ്, അങ്ങനെയുള്ള രീതി അല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അവരുടെ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് കാണും. അപ്പം ഇതൊരു വലിയ ഈ ഒരു റോബോട്ട് കണ്ടെത്തിയത് എന്ന് പറഞ്ഞാല് അത്രയും എന്താ പറയാ വലിയൊരു ഇൻവെന്ററി തന്നെയായിരുന്നു ഈ റോബോട്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു ഇറ എന്ന് പറയുന്നത് അത്രയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഗ്രോത്ത് കൊണ്ടുവന്ന ഒരു സമയമാണ്. എത്രത്തോളം ഹ്യൂമൻസ് ക്രിയേറ്റീവ് ആണ് എന്നുള്ളത് കാണിച്ചൊരു കാര്യമായിരുന്നു റോബോട്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ റോബോട്ട് എപ്പോഴും അഡ്വാൻറ്റേജ് ആണോ തരിക? അല്ല, അഡ്വാൻറ്റേജും ഉണ്ടാവും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ടാവും. ഒരു പരിധി കഴിഞ്ഞിട്ട് മെഷീൻസ് ഒക്കെ ഹ്യൂമൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? എന്ത് ഡ്രോബാക്ക് ആണുള്ളത്? ഒന്ന് ഭയങ്കര അഡ്വാൻറ്റേജ് പറയാൻ സുഖമാണ് അല്ലെ, വർക്ക് ഈസി ആക്കും, നമുക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ട്, ഒരുപാട് ആൾക്കാരെ കൊണ്ട് ചെയ്യേണ്ട ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യും. മാനുവൽ ഭയങ്കര കോസ്റ്റ്ലിയും അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ്ങും ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷെ വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ്? എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല്? എംപ്ലോയ്മെന്റ് വരില്ലേ? എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്.
അൺഎംപ്ലോയ്മെന്റ് വരും അല്ലെ, കാരണം മെഷീൻസ് ഹ്യൂമനെ ടേക്ക് ഓവർ ചെയ്താൽ പിന്നെ എത്രയോ ആൾക്കാർ അവിടെ ഹ്യൂമൻ മാനുവൽ വർക്കിന് റോൾ ഇല്ലാതെ വരും, അൺഎംപ്ലോയ്മെന്റ് വരും, അത്രയും നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും. കാരണം എന്താ വെച്ചാല് ഫിനാൻഷ്യലി ആൾക്കാർ ഭയങ്കരമായിട്ട് ബാക്ക് പോവുകയും ഈ ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ ഡെത്തിന്റെ നമ്പർ ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല റോബോട്ട്സ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവർ പിന്നെ കേട് വന്നാൽ അത്രയും കോസ്റ്റ്ലി ആയിട്ട് ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടമാണ് ഉണ്ടാവുക. പിന്നെ ഒരുപാട് റോബോട്ട്സ്, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പാല് കൊണ്ടുവന്ന് വരുന്നത് ഒരാള്, നമുക്ക് പത്രം കൊണ്ടുവരുന്നത് വേറൊരു റോബോട്ട്, നമ്മളെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നത് വേറൊരു റോബോട്ട്. റോബോട്ട്സിന്റെ എണ്ണം കൂടിയാൽ എന്താ ചെയ്യുക, ഈ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അതിൽ ചെയ്താൽ വാട്ട് ഹാപ്പൻസ്, ദേ ജസ്റ്റ് കം ആൻഡ് ഡിസ്ട്രോയ് അസ് അല്ലെ. അവർക്ക് ഇമോഷൻസ് ഉണ്ടോ? ഇല്ല. ദേ വിൽ വർക്ക് ആസ് വാട്ട് ഇസ് ഗിവൺ ഇൻ ദ പ്രോഗ്രാം. എങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുക. സോ നമുക്ക് തന്നെ എന്തായിരിക്കും ലാസ്റ്റ് ഡെട്രിമെന്റൽ ആയിട്ടാണ് ഇത് വരിക. അങ്ങനെയുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇനി ഇതാ ഗെയിമിങ്ങില് വീഡിയോ ഗെയിംസ് ഒക്കെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അങ്ങേ അറ്റത്തെ ഒരു ഗ്രോത്ത് ആണ് അല്ലെ. എങ്ങനെയൊക്കെയുള്ള വീഡിയോ ഗെയിംസ് ആണ് ഇപ്പൊ ഉള്ളത്? നമുക്ക് ഒരു 20 വർഷം മുന്നേ മെക്കാത്തി, ഇപ്പം 20 വർഷമല്ല, അപ്പൊ 1956 മെക്കാത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. മെക്കാത്തി പോലും തിങ്ക് ചെയ്തിട്ടുണ്ടാവോ ഇത്രയും വലിയൊരു ഗ്രോത്ത്? അതിലും കൂടുതൽ ടെക്നോളജി വന്നു. വീഡിയോ ഗെയിംസ് ഒക്കെ ഏതൊക്കെ രീതിയിലുള്ള വീഡിയോ ഗെയിംസ് ആണ് ഉള്ളത്? അപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് മാൻ ഈസ് പ്ലേയിങ് ചെസ് അല്ലേ, വിത്ത് ഹൂം, ആരെ കൂടെ കളിക്കുന്നത്? ഹ്യൂമൻ ഇന്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നമ്മളൊരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ കാണുന്നത്. സോ വില്ലി ഹിഗിൽബോത്തം ആണ് ആക്ച്വലി ഫസ്റ്റ് വീഡിയോ ഗെയിം 1958 ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് ടെന്നീസ് ഫോർ ടോ. ഓക്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിനെ വിളിച്ചിരുന്നത് ടെന്നീസ് ഫോർ ടോ എന്ന് പറയുന്നതാണ്. സോ നിങ്ങളൊന്ന് നോക്കുക ഇത് എന്താന്നുള്ളത്. പക്ഷെ അതിനുശേഷം ഒരു വാസ്റ്റ് ഗ്രോത്ത് തന്നെ അവിടെ ഉണ്ടായി. പിന്നീട് വന്നു ഇപ്പൊ സുഡോക്കു ഒക്കെ, പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് കുട്ടിക്കാലത്തൊക്കെ സുഡോക്കു ഒക്കെ ഒരു ബുക്ക് വെച്ചിട്ടാ കളിച്ചിരുന്നേ അല്ലെ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന ഒരു ബുക്ക് ഇല്ലായിരുന്നോ? ആ സ്നേക്ക് ആൻഡ് ലാഡർ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന ബുക്കില് സ്നേക്ക് ആൻഡ് ലാഡറും ഉണ്ടാവും, അതിന്റെ അങ്ങേ അപ്പുറത്ത് സുഡോക്കു ഉണ്ടാവും, അല്ലെങ്കിൽ ലുഡോ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കളി ലുഡോ ഒക്കെ ഉണ്ടാവും, ലുഡോന്റെ കളിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതെങ്ങനെയാണ്? നമുക്ക് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പൊ എല്ലാം നമുക്ക് ഫോണിൽ കളിക്കാം അല്ലെ. സുഡോക്കു ആണെങ്കിലും ലുഡോ ആണെങ്കിലും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെന്നീസ് കളിക്കാം, ടേബിൾ ടെന്നീസ് കളിക്കാം, ബാസ്കറ്റ് ബോൾ കളിക്കാം ഇല്ലേ, നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇപ്പൊ ലുഡോ കളിക്കുകയാണെങ്കിൽ നമ്മളോട് പറയും 2 players or 1 player എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ കൂടെ കളിക്കാം. സോ അങ്ങനെയുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു വലിയ ഗ്രോത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻസ് ഓഫ് AI ഇൻ ബാങ്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഓർഗനൈസ് ഓപ്പറേഷൻസ്, സ്റ്റോക്ക് എടുക്കുക, അവരുടെ പ്രോപ്പർട്ടീസിനെ എല്ലാം മാനേജ് ചെയ്യുക, അവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക. ഇപ്പം ബാങ്കിങ്ങിനെ പറഞ്ഞാൽ നമ്മളിപ്പോ ബാങ്ക് പോയിട്ടാണോ എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത്? ആണോ? നമുക്കിപ്പോ ബാങ്കിന്റെ ആവശ്യമില്ലേ അല്ലെ. ബാങ്കിൽ അത്രയും അത്യാവശ്യമായിട്ട് പോകേണ്ടവർക്ക് മാത്രം പോയാൽ മതി. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മുടെ ബാങ്കിങ് നടത്താനുള്ള ഒരു സിറ്റുവേഷൻ വന്നു. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴേക്കും ഒന്നുകൂടി ഗ്രോത്ത് ആയി അല്ലെ ബാങ്കിങ്ങിന്റെ കാര്യമൊക്കെ. ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ പർച്ചേസിങ് എല്ലാം ഓൺലൈനായി മാറി. എല്ലാം മെഷീൻസ്, എല്ലാം കമ്പ്യൂട്ടേഴ്സ് ആയി ചെയ്യുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ക്യാഷ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. വി ജസ്റ്റ് ഗോ ആൻഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ടെല്ലർ. ടെല്ലർ ഇട്ട് കഴിഞ്ഞാൽ ക്യാഷ് പോകും. നമുക്ക് ATM യൂസ് ചെയ്ത് ക്യാഷ് എടുക്കാം. നമ്മുടെ മാനുവൽ വർക്ക്സ് ഒക്കെ കുറഞ്ഞു പോയി. നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷ് പേ ചെയ്യാം, ഓൺലൈനായിട്ട് പേ ചെയ്യാം. ഇതിന്റെ ഇടയിൽ നമ്മൾ പറയുന്നു ക്യാഷ് എടുക്കണമെങ്കിൽ നമുക്ക് ATM പോകണം. ഇപ്പൊ ATMന്റെ യൂസും കുറഞ്ഞു. എന്തുകൊണ്ടാണ്? ഗൂഗിൾ പേസ്, ഫോൺ പേസ്, ആമസോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസ് വന്നു അല്ലെ. അപ്പം ഫിനാൻഷ്യൽ ട്രേഡിംഗ് കോമ്പറ്റീഷൻ കൂടി വന്നു. ഈ കൂടി വന്നപ്പോ എല്ലാത്തിലും എന്ത് വന്നു? ഇംപ്രൂവ്മെന്റ്സ് വന്നു. ഫാസ്റ്റ് ബാങ്കിങ് വന്നു, ATM ഡിസൈൻ, സേഫ് ബാങ്കിങ് ആയി, ലോൺ ഇൻവെസ്റ്റിഗേഷൻ, നമുക്ക് ലോൺ എടുക്കാൻ പോലും ഇപ്പം അത്രയും ഈസിയർ ആയി മാറി. സോ ബാങ്കിങ്ങിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിൽ മാത്രമൊന്നും അല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഗ്രാൻഡിങ്ങിൽ AI റോൾ ഉണ്ട്, ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ആൻഡ് റിട്രൈവൽ റോൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരാളെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മളൊക്കെ കുട്ടിയായ സമയത്ത് എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ തപ്പണം അല്ലേ, വേണ്ടേ? രജിസ്റ്റർ തപ്പിയെടുക്കണം. ഇപ്പൊ എന്താണ്, ഇപ്പൊ എന്ത് കൊടുത്താൽ മതി? നിങ്ങളൊക്കെ കോളേജിൽ പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പർ അടിച്ചാൽ എല്ലാം വരില്ലേ? സോ എത്രയോ എക്സ്പേർട്ട് സിസ്റ്റംസ് വന്നു. സോ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങില്, പ്ലാന്റ് ലേ ഔട്ടില്, ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് പോലുള്ള പ്ലാന്റ് ലേ ഔട്ടിൽ വന്നു. ഹെൽപ്പ് ഡെസ്ക് അസിസ്റ്റൻസ് ഉണ്ട്, എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേഷൻ. ഇപ്പം എംപ്ലോയി പെർഫോമൻസ് ഇവാലുവേഷൻ വേണമെന്നില്ല, നമുക്ക് തന്നെ സൈക്കോളജി ബേസ് ചെയ്തിട്ട് പറയാം. വി ക്യാൻ ഡു ഓൺലൈൻ ടെസ്റ്റ്, റൈറ്റ്? ചെയ്തൂടെ? യു ക്യാൻ ടെസ്റ്റ് യുവർ പേഴ്സണാലിറ്റി. ചെയ്യാറില്ലേ? നിങ്ങൾ നോക്കാറില്ലേ? ഇന്റലിജൻസ് ടെസ്റ്റുകൾ എത്രയോ ഉണ്ട് ഫോണിലൊക്കെ. ഇതെല്ലാം AI-ന്റെ ഡെവലപ്മെന്റ് ആണ്. ഷിപ്പിംഗ്, മാർക്കറ്റിംഗ്, വെയർഹൗസ് ഒപ്റ്റിമൈസേഷൻ, ഇൻസ്പേസ് വർക്ക് സ്റ്റേഷൻ മെയിൻ്റനൻസ്, സാറ്റലൈറ്റ് കൺട്രോൾ. ഇതാണ് വലിയൊരു ഗ്രോത്ത് അല്ലെ, സാറ്റലൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ പുറത്തുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അറിയുകയാണ്. ന്യൂക്ലിയർ മാനേജ്മെന്റ്, നെറ്റ്വർക്ക് ഡെവലപ്മെന്റ്സ്, ഇതൊക്കെ എന്തിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസിൽ വരുന്നതാണ് they are more powerful and useful computers, new and improved interface. അത് എപ്പോഴും പുതിയ നോവൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പുതിയ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇൻഫോർമേഷൻസ് ഒക്കെ, ഭയങ്കര ഡാറ്റാസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്നുള്ള പരിപാടിയൊന്നും ആർക്കില്ല, കമ്പ്യൂട്ടറിന് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിന് ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വലിയ മെമ്മറി ബാങ്ക്സ് ഒക്കെ ഉണ്ട്, അതിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് എപ്പോ വേണമെങ്കിലും അത് റിട്രൈവ് ചെയ്തെടുക്കാം. ആൻഡ് നമ്മുടെ ഇൻഫോർമേഷൻസിനെ നോളജ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, ഒരുപാട് കോസ്റ്റ്ലി ആണത്. ആൻഡ് ചില സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എത്രയോ നമ്മൾ വിചാരിക്കും 1 വർഷം കൊണ്ടൊക്കെ വന്നതായിരിക്കും. പുതിയ ലോഞ്ച് ഒക്കെ വരും അല്ലെ, പുതിയ സോഫ്റ്റ്വെയർ, ഇതേത് സോഫ്റ്റ്വെയർ? നമുക്ക് വേണ്ടത് ഫയൽ ട്രാൻസ്ഫറിങ് സോഫ്റ്റ്വെയർ, മെസ്സേജിങ്, ടെക്സ്റ്റിംഗ്, കോളിംഗ് ആണ്. നമ്മൾ വിചാരിക്കും കൊള്ളാലോ, ഇതിപ്പോ പുതിയതാണ് അല്ലെ. ഈ പുതിയതാണ് എന്ന് പറയുമ്പോൾ എത്ര വർഷത്തെ ഒരു കഷ്ടപ്പാടുണ്ടാവും? ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെ അത് സ്ലോ ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാമേഴ്സ് ഒന്നും ആവില്ല, പുതിയ ആൾക്കാരും ഫ്രഷേഴ്സും ഉണ്ടാവും. സോ എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാമേഴ്സ് വളരെ കുറവായിരിക്കും. ആൻഡ് ഫ്യൂ പ്രാക്ടിക്കൽ പ്രൊഡക്ട്സ് ഹാവ് റീച്ച് ദ മാർക്കറ്റ് ആസ് യെറ്റ്. ഇപ്പം ഒരുപാട് AI ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും മാർക്കറ്റിൽ എത്തിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റിൽ വരുള്ളൂ. ഇനി ഈ AI-ന്റെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ എന്താന്ന് ചോദിച്ചാൽ, എന്താണ് ഫ്യൂച്ചർ ഇല്ലേ? അപ്പൊ ഇത്രയും ആയില്ലേ, ഇനി ഫ്യൂച്ചർ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് കാണും. ബയോളജിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, അത് ഭയങ്കര ഫിക്സ്ഡ് ആണ്. നമ്മൾ വയസ്സാവും തോറും നമ്മുടെ ഇന്റലിജൻസ് കുറഞ്ഞു വരും. പക്ഷെ കമ്പ്യൂട്ടറിന് അത് ഉണ്ടാവുമോ? ഇല്ല. നോൺ ബയോളജിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ കൂടുതൽ ഗ്രോ ആണ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ച് അതിൽ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. നമ്മുടെ ബയോളജിക്കൽ ഇന്റലിജൻസ് എന്താണ്? അത് ഒരു അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണോ? 2 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ഒക്കെ ഉണ്ട്. ഓർമ്മ ഉണ്ടോ? ഇതിൽ ഏത് ഇന്റലിജൻസ് ആണ് നമുക്ക് വയസ്സാവുമ്പോ ഡീഗ്രേഡ് ചെയ്ത് പോവുക? ഏത് ഇന്റലിജൻസ് ആണ്? ഏതാ ഇന്റലിജൻസ്? പെട്ടെന്ന് പറയണം. ഇത് കട്ടായി പോവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യണേ. സോ അതൊന്ന് നോക്കുക നിങ്ങൾ. ഇനി ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ
ഇനി അങ്ങോട്ടും സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് റോബോട്ട് ആൻഡ് ആർട്ടിഫിഷ്യൽ ഹ്യൂമനോയിഡ് റോബോട്ട് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ സോഫിയ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഹോങ്കോങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ ആണ് റോബോട്ടിന്. സോഫിയ 19 ഏപ്രിൽ 2015 ഡെവലപ്പ് ചെയ്തത്. And it was first seen in Southwest Festival in mid-March 2016 in United States. And സോഫിയ ഇപ്പൊ ഒരു സൗദി അറേബ്യൻ സിറ്റിസൺ ആയിട്ട് ഒക്ടോബർ 2017 സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് റോബോട്ട്, സിറ്റിസൺഷിപ്പ് കിട്ടിയ ഫസ്റ്റ് റോബോട്ടാണ് സോഫിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടിയിട്ടാണ്. ഏത് സിറ്റിസൺഷിപ്പാ കിട്ടിയിട്ടുള്ളത്? സൗദി അറേബ്യ. സോ അതിന് മുന്നേ നമ്മൾ ഇതിലില്ലാത്ത ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ 5 പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു 5 പ്രിൻസിപ്പിൾസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ. റീസണിങ്, നോളജ്, പ്ലാനിങ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ റീസണിങ്, നോളജ്, പ്ലാനിങ്ങിലൊക്കെ എങ്ങനെയായിരിക്കും ഇതിന്റെ റോള് വരുന്നേ? ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുത്ത് എന്താ ഈ ഒരു ഫീൽഡിന്റെ മെയിൻ കൺസേൺ എന്തായിരിക്കും? അഡ്രസ് പ്രോബ്ലംസ്, അല്ലെ? പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാനും അതേപോലെ തന്നെ ഭയങ്കര റീസണിങ്, എഫക്റ്റീവ് റീസണിങ് കൊണ്ടുവരികയൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം 5 മെയിൻ ഗോൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഡിഡക്ഷൻ, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇതൊക്കെ എന്താന്നുള്ളത് നമുക്കറിയാം, അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഡിഡക്ഷൻസിനും പസിൽസിനൊക്കെ സോൾവ് ചെയ്യാനും ചില ആൽഗോറിതംസ് ഒക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എഫക്റ്റീവ് റീസണിങ്ങും അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഒക്കെ പോസിബിൾ ആവുകയുള്ളൂ. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ്സ് ഒക്കെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ പറയുന്നുണ്ട് പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ ഇതിന് റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നത് സബ് സിംബോളിക് പ്രോബ്ലം സോൾവിങ്. സബ് സിംബോളിക് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി മോട്ടോ സ്കിൽസിനെ നമ്മുടെ സെൻസറി മോട്ടോ സ്കിൽസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഹയർ ആയിട്ടുള്ള ഒരു റീസണിങ് ചെയ്യുന്നു, അങ്ങനെയുള്ള നമ്മുടെ സെൻസറി മോട്ടോ സ്കിൽസ് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ സബ് സിംബോളിക് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സെൻസറി മോട്ടോർ ഓർഗൻസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ലെവൽ ഓഫ് ഹയർ ഓർഡർ റീസണിങ്ങിനൊക്കെ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ലെവൽക്ക് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൽ മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് വരുന്നത് പോലെ തന്നെ അവിടെ ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുക. അത് മുഖാന്തരം എന്ത് ചെയ്യണം? ഈ എങ്ങനെയാണോ ഒരു ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ മെഷീൻസും ഒക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെ വരുന്ന ഒരു ഗോളാണ് റീസണിങ് വിത്ത് ക്വാളിഫിക്കേഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ അക്വയറിംഗ് നോളജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു റോളാണ്. ഇതേപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ ഗോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വരുന്നത് പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ഇപ്പം ഓരോ ആരോ ഇട്ടിട്ടൊക്കെ ഉള്ള ഒരു കൺട്രോൾഡ് സിസ്റ്റം, പ്രോസസ്സ്, എൻവയോൺമെന്റ്, രണ്ടിന്റെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമുക്ക് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഞാൻ അയച്ച ആ നോട്ട്ബുക്കിൽ ആ ഒരു നോട്ട്സിലുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ അതായത് മെയിൻ ആയിട്ട് റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്യണം. നമ്മുടെ വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്തിട്ട് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ഹൗ വി റിയലൈസ് ദി കോൺസിക്വൻസ്, നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു. ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് റിസർച്ചസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊന്ന് പറഞ്ഞത് ലേണിംഗ് ആയിരുന്നു.
ലേണിംഗിൽ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയാ ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ലേണിംഗിൽ എങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? It helps for the learning of computer algorithms that can improve automatical through experience. നമുക്ക് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ ഒരുപാട് ആൽഗോറിതംസ് ഒക്കെ ചെയ്താൽ നമ്മളെ എക്സ്പീരിയൻസ് കാരണം നമുക്ക് ഒന്നും കൂടെ അതിൽ മാസ്റ്റേഴ്സ് ആവാൻ പറ്റും. 1956 തൊട്ടാണ് ലേണിംഗിൽ ഈ ഒരു അതിന്റെ ഒരു യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആൽഗോറിതം, കമ്പ്യൂട്ടർ ആൽഗോറിതംസിനുള്ള ഇമ്പോർട്ടൻസ് 1956 ആക്ച്വലി വന്നത്. അപ്പോ ഇത് മെയിൻ ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും, ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് തന്നെ. അപ്പം ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് NLP ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ NLP? എന്താണ് NLP? നമുക്ക് NLP നെക്സ്റ്റ് ഒന്നുകൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് NLP പറയാം കേട്ടോ. ഞാൻ ഇതൊന്ന് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് NLP പറയാം. ലെസ് ദാൻ 1 minute ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി സെൻട്രൽ പ്രിൻസിപ്പൾസിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തോന്നിയത് ഏതിലാണ്? നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഏതിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരുന്നത്? മൊബൈൽ ഫോണിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ? സ്പീച്ച് ആണ് അവിടെ വരുന്നത്. സ്പീച്ച്, അതായത് നമ്മൾ വോയിസ് അയക്കും അല്ലെ, വോയിസ് അയക്കില്ലേ? സോ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് എത്തിക്കുന്നു. അത് ഒന്ന് മൊബൈലിൽ തന്നെ ഗൂഗിളില് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഓഡിയോ പറഞ്ഞിട്ടുണ്ടോ? വി ജസ്റ്റ് ഓൺ ദ മൈക്ക് ആൻഡ് സേ ചെയ്തിട്ടുണ്ടോ? ടൈപ്പ് ചെയ്യാൻ മടിച്ചിട്ട് എന്താണോ സെർച്ച് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ടെൽ ദ ഫോൺ ഓർ ടെൽ ദ കമ്പ്യൂട്ടർ. എന്താ സംഭവിക്കുന്നത്? വാട്ട് എവർ വി ആർ സേയിങ് അല്ലെ, നമ്മൾ പറയുന്നത് അതേപോലെ they recognize and they will give us the result. There comes the artificial intelligence for communication. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോള് വരുന്നത് ആക്ച്വലി അവിടെയാണ്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് ആക്ട് ചെയ്യാനും കമ്പ്യൂട്ടറിനെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ മെഷീൻസിനെ കൊണ്ട് സാധിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലതിന്റെ ലോക്ക്, ചില മീൻസ് വലിയ വലിയ ഓഫീസിന്റെ ഒക്കെ ലോക്കേഴ്സിന്റെ ഒക്കെ ലോക്ക് ആക്ച്വലി ഐ വിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ they are able to recognize everything. സൗണ്ട് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്ന ഏതെങ്കിലും വേർഡ് ആയിരിക്കും, they recognize it and they just open. സോ ഇവിടെയാണ് അതിന്റെ എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രോസസിങ് സിസ്റ്റം ഈ ഒരു കമ്പ്യൂട്ടേഴ്സിലും മെഷീൻസിലും ഒക്കെ ഉണ്ട്. അത് എന്തിനാണ് ആക്ച്വലി? ദേ അക്വയർ ദ സോഴ്സ്. ഇപ്പം ഈവൻ റിട്ടേൺ ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാണ്, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോട്ട് എന്ന് ടൈപ്പ് ചെയ്തു. സോ ദ മെഷീൻസ് റെക്കഗ്നൈസ് വാട്ട് ഈസ് റിട്ടേൺ. അല്ല, ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഐ എം സേയിങ് artificial intelligence and the machine hears and understands or recognize what I am saying. അപ്പം എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാനും എന്താണ് എഴുതുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു capability ഈ മെഷീൻസിന് ഉണ്ടാവും. These machines are capable of reading, hearing. They hear and they interpret what they hear. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പലിന് റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ട് എന്താ വരുന്നത്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട് കൂടിയിട്ട് ഒരു സിസ്റ്റം ഓഫ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഹ്യൂമൻ എന്താണോ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് ആ ആള് നമുക്ക് എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വി ജസ്റ്റ് ടോക്ക് ഓർ വി ജസ്റ്റ് ടൈപ്പ് സംതിങ്, വി ജസ്റ്റ് സേ സംതിങ്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിന്റെ റെസ്പോൺസ് നമുക്ക് ഇപ്പുറത്തുനിന്ന് കിട്ടും. അപ്പം അതാണ് അവിടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു റോള് പറയുന്നത്. പിന്നെ വരുന്നത് പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷൻ ഇൻ ദ സെൻസ് ഇത് തന്നെയാണ്, നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ
നമ്മളിപ്പോ നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് എങ്ങനെയാണോ അതിനെ സെൻസ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആര് ചെയ്യാണ്, നമ്മുടെ മുന്നിലുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ ഏത് മെഷീൻ ആണെങ്കിലും ചെയ്യാണ്. ഇപ്പം ക്യാമറാസ് ആവാം. ഇപ്പൊ ക്യാമറ എന്താ ചെയ്യുന്നത്, മുന്നിൽ കാണുന്ന ഇമേജിനെ പകർത്തി അങ്ങോട്ട് എടുക്കുകയാണ് അല്ലെ. സോ ക്യാമറാസ് ആവാം, മൈക്രോഫോൺസ് ആവാം, വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി. എന്തിനും നമുക്കൊരു നേച്ചുറൽ, നമ്മൾ ഹൗ ഹ്യൂമൻ വിഷ്വലൈസ് ദ സെയിം വേ കമ്പ്യൂട്ടേഴ്സ് ഓൾസോ വിഷ്വലൈസ്. കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നതും ഒരു എബിലിറ്റി ആണ് ടു അനലൈസ് ദ ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ എന്താണോ പറയുന്നത് അത് കേൾക്കാനും, നമ്മൾ എന്താണോ കാണുന്നത് അതേപോലെ കാണാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എബിലിറ്റി ടു മൂവ് ആൻഡ് മാനിപ്പുലേറ്റ് ഒബ്ജക്ട്സ്. ഈ മൂവ് ആൻഡ് മാനിപ്പുലേറ്റ് ഒബ്ജക്റ്റിൽ ശരിക്കും വരുന്നത് റോബോട്ട്സ് ആണ്. റോബോട്ട്സിനെ കുറിച്ചാണ് ഇതിന്റെ ഒരു സെൻട്രൽ പ്രിൻസിപ്പിൾ പറയുന്നത്. റോബോട്ട്സ് ദേ ഹാവ് ദ ഇന്റലിജൻസ് ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരു ഹ്യൂമൻ ചെയ്യുന്ന പോലെ തന്നെ ഒബ്ജക്ട് മാനിപ്പുലേഷൻസ് നടത്താനും, നേവിഗേഷൻസ്, മൂവ്മെന്റിനാണ് നമ്മൾ നാവിഗേഷൻസ് എന്ന് പറയുക. അപ്പം റോബോട്ട്സ് അങ്ങനെയല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലോട്ട് പോകുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, കൈ പൊക്കുന്നു, കാല് പൊക്കുന്നു. അപ്പം ഇതെല്ലാം മൂവ്മെന്റ്സ് ആണ്. ഇങ്ങനെയുള്ള നാവിഗേഷൻസ്, അതേപോലെ തന്നെ ദേ ലോക്കലൈസ് തിങ്സ്. എവിടെ വെച്ചിട്ടുള്ളതെന്നൊക്കെ അവർ ലോക്കലൈസ് ചെയ്യും, പറഞ്ഞു തരും. ദേ ക്യാൻ മൂവ്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തോട്ട് പോവാൻ പറയുമ്പോൾ അവർ പോകുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ മൂവ്മെന്റ് മാനിപ്പുലേഷൻ ഒക്കെ നടത്തുന്നതിന്റെ മെയിൻ റോള് റോബോട്ടിക്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആൻഡ് അതേപോലെ തന്നെ നമുക്കിപ്പം ഒരു എവിടേക്കെങ്കിലും പോകണം, അതിന് നമുക്കൊരു മാപ്പ് ഉണ്ടാവണം. സോ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. നമ്മൾ ഒരു കാര്യം ചെയ്യണം, അതിന് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇപ്പം യു ആർ ഗോയിങ് ടു ഓർഗനൈസ് എ പ്രോഗ്രാം. ഫോർ ദാറ്റ് യു ഷുഡ് മേക്ക് എ ഗ്രണ്ട് ചാർട്ട് സംതിങ്. നിങ്ങൾ പല ചാർട്ടുകളൊക്കെ ഉണ്ടാക്കേണ്ടി വരും, എക്സ്പെൻസ് ചാർട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എവറിത്തിങ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓർ അതർ മെഷീൻസ്. സോ അതാണ് ഈ മോഷൻ ആൻഡ് ഇമ്പാക്ട് ഓഫ് മൂവ്മെന്റിലും മാനിപ്പുലേഷൻസിലൊക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ ആക്ച്വലി പെർസെപ്ഷൻ, മൂവ്മെന്റ്, നോളജ്, റീസണിങ്, പ്ലാനിങ്, ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ഈസ് എ ഷോർട്ട് ടേം ഗോൾ. ഒരു കാര്യമായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ഒരു ഷോർട്ട് ടേം ഗോൾ ആണ് ആക്ച്വലി. എന്നാൽ ഇതിനൊക്കെ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. ഈ ലോങ് ടേം ഗോൾസിൽ വരുന്നതാണ് സോഷ്യൽ ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു എക്സാമ്പിൾ പറയണം. ഞാൻ അയച്ച നോട്ടിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ നിങ്ങൾ നോട്ട്സ് ഇല്ല അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊന്നും വെച്ചിട്ട് പേടിക്കേണ്ട. ആ നോട്ട്സ് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ ലോങ് ടേം ഗോൾസിൽ വരുന്നതാണ് സോഷ്യൽ ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് സോഷ്യൽ ഇന്റലിജൻസ്? ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് ഈസ് സോഷ്യൽ ഇന്റലിജൻസ്? സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുക? സോഷ്യൽ ഇന്ററാക്ഷൻ, സൊസൈറ്റി, സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ ബിഹേവിയേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഡിവൈസസിനും സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് കൊണ്ടുവരിക? അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ദ സ്റ്റഡി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സിസ്റ്റംസ് ആൻഡ് ഡിവൈസസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ റെക്കഗ്നൈസിങ്, ഇന്റർപ്രറ്റിംഗ്, പ്രോസസിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഹ്യൂമൻ എഫക്ട്സ് ഓർ ഹ്യൂമൻ ബിഹേവിയേഴ്സ്. ഹ്യൂമൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഹ്യൂമന്റെ ബിഹേവിയർ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ആണ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ സോഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ഒരു റോബോട്ടിന്റെ കാര്യം പറയുന്നുണ്ട്, കിസ്മത്ത് എന്ന് പറയുന്ന, KISMET. കിസ്മത്ത് ആണ്. ഇറ്റ് ഈസ് എ റോബോട്ട് വിത്ത് റുഡിമെന്ററി സോഷ്യൽ സ്കിൽസ്. നമ്മുടെ ഹ്യൂമൻസിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പം മാത്തമാറ്റിക്കൽ സ്കിൽസും ബാക്കിയുള്ളതൊക്കെ ഉള്ള ഒരുപാട് റോബോട്ട്സ് നമുക്ക് കാണാം. പക്ഷെ സോഷ്യൽ സ്കിൽസ് ഉള്ള ഒരു റോബോട്ടാണ് കിസ്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കിസ്മത്ത്, അതേപോലെ സോഫിയ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടും. അതായത് ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഷീൻ ഈസ് വെരി മച്ച് കേപ്പബിൾ ടു ഇന്റർപ്രറ്റ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻസ്. നമ്മൾ പറയുന്ന റോബോട്ട്സിനൊക്കെ ഇപ്പൊ ഹ്യൂമൻസിന്റെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും, അതേപോലെ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവര് പറയുന്നു സോഷ്യൽ സ്കിൽസ് ഉള്ള
റോബോട്ട്സ് ആണെങ്കിൽ ദേ ക്യാൻ ആക്ട് ലൈക്ക് എ ഹ്യൂമൻ ഈവൻ ഇൻ ദെയർ ഇമോഷണൽ സ്റ്റേറ്റ് വെച്ചിട്ടും അവർക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്നത്, ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹ്യൂമൻസ് എന്തെങ്കിലും ഒരു ഇമോഷൻസ് കാണിക്കുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഇമോഷണൽ റെസ്പോൺസ് കൊടുക്കാൻ ഈ സോഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള റോബോട്ട്സിന് സാധിക്കും എന്നാണ് സോഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇമോഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്ന ഒരു ഗോൾ ആയിട്ട് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആണ്. എന്ത് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ, വാട്ട് യു മീൻ ബൈ ക്രിയേറ്റിവിറ്റി? എന്താ ക്രിയേറ്റിവിറ്റി? ടു ഡു തിങ്സ് ഓർ തിങ്ക് തിങ്സ് ഇൻ എ നോവൽ വേ, അല്ലെ? ഒരു പുതിയൊരു രീതിയിൽ, പഴയ പോലെ അല്ല, പുതിയതായിട്ട് നോവലായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ട് രീതിയിൽ ക്രിയേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഒന്ന് തിയററ്റിക്കൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്, രണ്ട് പ്രാക്ടിക്കലി ക്രിയേറ്റീവ് ആണെന്നും പറയുന്നുണ്ട്. അപ്പോ നമ്മളൊരു തിയററ്റിക്കൽ ബേസിൽ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഈ തിയറിയിലാണ് ആക്ച്വലി നമ്മുടെ ഫിലോസഫി, നമ്മുടെ സൈക്കോളജിക്കൽ വ്യൂസ് ഒക്കെ വരുന്നത് ഈ ഒരു തിയറിറ്റിക്കൽ ക്രിയേറ്റിവിറ്റിയിലാണ്. എന്നാ നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതായത് നമ്മൾ എങ്ങനെ ഔട്ട്പുട്ട്സ് കൊടുക്കുന്നു, നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചെയ്യുന്നത്. മറ്റേത് തിയററ്റിക്കൽ ആയിട്ടാണ്, വ്യൂസ് ആണ്, തിയറീസ് ബേസ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആവാം. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടും ക്രിയേറ്റീവ് ആവാം എന്നാണ് പറയുന്നത്. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ ക്രിയേറ്റിവിറ്റി ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു രണ്ട് റിസർച്ച് ഏരിയാസ് ആണ്, കമ്പ്യൂട്ടർ റിസർച്ച് ഏരിയാസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂഷനും ആർട്ടിഫിഷ്യൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്, നാളേക്ക് നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂഷൻ എന്താണെന്നും ആർട്ടിഫിഷ്യൽ തിങ്കിങ്ങും, നാളെ മീൻസ് മൺഡേ ആകുമ്പോഴേക്കും കണ്ടെത്തി ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് അതിലൊരു വോയിസ് അയച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂഷനും ആർട്ടിഫിഷ്യൽ തിങ്കിങ്ങും ഇത് രണ്ടും എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ടു, ഫ്രണ്ട്സിനോടും പറയണം, ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികളോടും പറയണം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ജനറൽ ഇന്റലിജൻസ്. ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മെയിൻ ഗോളാണ്. അതായത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല, ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ടുഗെദർ. സോ എല്ലാം അവർക്ക് ഉണ്ടാവണം. ജനറൽ ഇന്റലിജൻസ് ഉണ്ടാവണം, സോഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവണം, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവണം. നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇന്റലിജൻസും ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെ ഉള്ള റോബോട്ട്സും ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് machines, they should help in general intelligence in which combine all the skills, എല്ലാ സ്കിൽസും കമ്പൈൻ ചെയ്യണം. ഹ്യൂമൻസിന് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ എബിലിറ്റിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സ്കിൽസും വരുന്ന രീതിയിലുള്ള ഒന്നിനെയാണ് നമ്മൾ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ അതിലിപ്പോ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ തന്നെ എങ്ങനെ ആർട്ടിഫിഷ്യൽ കോൺഷ്യസ്നെസ് കൊണ്ടുവരാം, എങ്ങനെ ആർട്ടിഫിഷ്യൽ ബ്രെയിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഒരുപാട് സ്റ്റഡീസും പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് വേണ്ടത് ടു റിക്വയർ ജനറൽ ഇന്റലിജൻസ് ടു സോൾവ് പ്രോബ്ലംസ് യൂസിങ് ഓൾ ദ സ്കിൽസ്. എല്ലാ സ്കില്ലും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ജനറൽ ഇന്റലിജൻസിൽ പറയാനുള്ളത്. അപ്പം ഈ ഒരു ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇന്റലിജൻസ് ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ബൈ മെഷീൻസ് ഓർ സോഫ്റ്റ്വെയർ ആൻഡ് ദ ടേം വാസ് കോയിൻഡ് ബൈ McCarthy in 1955. He also defined it as the science and engineering of making intelligent machines. അങ്ങനെ ഒരു ഡെഫിനിഷൻ മെക്കാത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു നെയിം കൊടുത്തത് 1955 അതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വന്നത് ഇറ്റ് വാസ് ആസ് ദ പാർട്ട് ഓഫ് a conference which took part in the campus of Dartmouth College in 1956. And some of the goals of the artificial intelligence are deduction, reasoning, problem solving. അതായത് മെയിൻ ആയിട്ട് ഈ ആർട്ടിഫിഷ്യൽ റിസർച്ച് ഒക്കെ എന്തിനാണ് നോക്കുന്നത് വെച്ചാല് what are the effort or concern should be taken to address the problems?
ഹൗ ടു റീസൺ വെൽ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഫസ്റ്റ് ഗോൾ പറയുന്നത്. സെക്കൻഡ് ഗോൾ ഈസ് നോളജ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് ഓഫ് കോൺസെപ്റ്റ്സ്. നമുക്ക് ചുറ്റുമുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിന്റെ റിലേഷൻഷിപ്സിനൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നോളജ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇൻ ദ സെൻസ് ഇറ്റ് റിഫേഴ്സ് ടു ഇന്റലിജന്റ് റെപ്രസെന്റേറ്റീവ്സ് ദാറ്റ് മേക്ക് ഏബിൾ ടു സെറ്റ് ഗോൾസ്, നമ്മളെ ഗോൾസ് സെറ്റ് ചെയ്യാനും ആൻഡ് ഹൗ ടു അച്ചീവ് ദം, അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരലാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ലേണിംഗ് ഇൻ ദ സെൻസ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്സ് ടു ലേൺ ദ ന്യൂ ഇൻഫോർമേഷൻസ് ദാറ്റ് കംസ് അക്രോസ് us, to know about the world, to know more about the world. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇസ് മെയിൻലി ത്രൂ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് മെത്തേഡ്. അതൊരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, റീഡ് ആൻഡ് കോംപ്രഹെൻഡ് ദ ലാംഗ്വേജ് ദാറ്റ് ഹ്യൂമൻ സ്പീക്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഹ്യൂമൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവർ സംസാരിക്കുന്നതും അവർ എഴുതുന്നതും ആയിട്ടുള്ള ഭാഷകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണോ ഒരു ഹ്യൂമൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പുതിയ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനും ഒരു മെഷീനിൽ എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക, സോ ദാറ്റ് ദ മെഷീൻ ക്യാൻ എക്സീഡ് ദ പവർ ഓഫ് a human. ഒരു ഹ്യൂമനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നമുക്ക് പറയാം. പിന്നെ നമ്മൾ കണ്ടത് ആപ്ലിക്കേഷൻസ് ആയിരുന്നു. നമ്മൾ ബാങ്കിങ്ങിൽ കണ്ടു, മ്യൂസിക്കിൽ കണ്ടു, മെഡിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ കണ്ടു, ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ കണ്ടു, റോബോട്ടിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും മാർക്കറ്റിംഗ്, ഷിപ്പിംഗ്, ഇൻഫോർമേഷൻ റിട്രൈവൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫീൽഡ് നമ്മൾ കണ്ടു. So I hope this topic is clear to you. Clear ആണോ? Yes ma'am, clear ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു റെക്കോർഡിങ്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളാം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്നോട് ഡൗട്ട് ചോദിക്കാം. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു സ്ലൈഡും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി നമ്മള് ഓഗസ്റ്റ് 31 നമ്മൾ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കഴിഞ്ഞോ? പോർഷൻസ് കഴിഞ്ഞുണ്ടോ? ഇല്ല ഇല്ല അല്ലേ? ഓക്കെ, അവര് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടില്ല. ഇല്ല. ഇനി ആരുടെ പോർഷൻസ് അപ്പൊ എടുക്കാനുള്ളത്?